വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ HS ക്യാപ്പിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആവണമെന്നില്ല. കാരണം ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് നോക്കുന്നത് കാരണം സൈറ്റ് ഇപ്പം ജാം ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കിത് HS ക്യാപ്പ് വഴി മാത്രമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് HS ക്യാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് www.hscap.kerala.gov.in എന്ന സൈറ്റിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഏരിയ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവില്ലേ, അതാണ്. അതിവിടെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ഇപ്പം കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്, അത് കാരണം നമ്മൾ കണ്ണൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലിതാ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഏത് സ്കൂളാണ് കിട്ടിയിട്ടുള്ളത്, അലോട്ടഡ് സ്കൂൾ ഏതാണ്, അലോട്ടഡ് കോഴ്സ് ഏതാണ്, ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഈ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കൂടെ നിങ്ങൾ ഏത് ദിവസമാണ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ എത്തേണ്ടത് എന്നുള്ള കാര്യം കൂടെ കൊടുത്തിട്ടുണ്ടാവും. അതും കൂടി ഒന്ന് നോക്കിയിട്ട് ആ ദിവസം തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടിയില്ല എന്നാണെങ്കിലും നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. എന്താണ് ടെമ്പററി അഡ്മിഷൻ, എന്താണ് പെർമനൻ്റ് അഡ്മിഷൻ എന്നൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക.